ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വിവരിക്കുന്ന 9 ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. അതിൽ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അതിൽ 8 ഫലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നു. ഇന്ന് നമ്മൾ അവസാനത്തേതായ ആത്മസംയമനത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക. ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നതും വിളങ്ങിയിരുന്നതുമായിരുന്ന ഗുണങ്ങളും നന്മകളും പുണ്യങ്ങളുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ആത്മസംയമനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ വളരെയധികം നിറഞ്ഞു നിന്നിരുന്ന ഒരു പുണ്യമാണ് ആത്മസംയമനം. ഈ ലോകത്തിൽ പലവിധത്തിലുള്ള നന്മകൾ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഈശോ ആത്മസംയമനം പാലിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ഈശോയുടെ അരികിൽ പലതരത്തിലുള്ള ആളുകളും പല സ്വഭാവ പ്രത്യേകതകളുള്ളവരും ഈശോയുടെ അരികിൽ വന്നിട്ടുണ്ട്. ഈശോ അവരോടൊക്കെ ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വളരെ ആത്മസംയമനത്തോടെയാണ് ഈശോ ഇടപെട്ടത്. അതോടൊപ്പം ഈശോയുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി സഹനങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ, എതിർപ്പുകൾ ഒക്കെ കടന്നു വന്നപ്പോഴും ഈശോ വളരെ ആത്മസംയമനത്തോടുകൂടി പെരുമാറുന്ന നമുക്ക് തിരുവചനങ്ങളിൽ വായിക്കാനാകും. യേശുവിനെ അനുഗമിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ഈ ആത്മസംയമനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും ദൈവ തിരുമനസ്സിനോട് ചേർന്ന് ക്രമീകരിക്കുക. ആത്മസംയമനത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ദൈവ തിരുമനസ്സിനോട് ചേർന്ന് ക്രമീകരിക്കുക. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ എതിർക്കുവാനും അതിജീവിക്കുവാനും എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിന് പ്രാധാന്യം നൽകുന്ന വിധത്തിലും തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കഴിയുക. ആത്മസംയമനം കൊണ്ട് നമുക്കങ്ങനെ മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യമക്കളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ മനുഷ്യരും അന്വേഷിക്കുന്നത് പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നുള്ള സന്തോഷങ്ങളും പെട്ടെന്ന് കിട്ടുന്ന ലഹരി കിട്ടുന്ന വസ്തുക്കളും ഒക്കെയാണ്, ഉണർവ് കിട്ടുന്ന വസ്തുക്കളുമൊക്കെയാണ് പലരും അന്വേഷിക്കുന്നത്. ഇവിടെയെല്ലാം ആത്മസംയമനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വന്തം ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിനെപ്പോഴും ആ പിതാവിനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള അനുസരണം ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഈശോ എല്ലാ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും വളരെയധികം ആ സ്നേഹത്തിൻ്റെ ഫലമായി ആത്മസംയമനത്തോടും ആത്മനിയന്ത്രണത്തോടും കൂടെ ഇടപഴകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ആത്മസംയമനം പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്: ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. കോട്ടകളില്ലാത്ത നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ എന്തിനാണ് ഒരു നഗരത്തിന് കോട്ട കെട്ടുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റും എന്തിനാണ് മതിൽ കെട്ടുന്നത്? അത് സുരക്ഷിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മതിൽ കെട്ടുമ്പോൾ, ഒരു കോട്ട കെട്ടുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് വന്യമൃഗങ്ങൾക്കോ
അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും വരുന്നവർക്കോ ഒന്നും പെട്ടെന്ന് കടന്നു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ വലിയ കോട്ടകൾ കെട്ടി രാജ്യത്തെ സംരക്ഷിക്കുമായിരുന്നു ആദ്യ നാളുകളിലൊക്കെ, വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കവാടം വെച്ച് അവിടെ കാവൽ നിൽക്കും. അപ്പോൾ ആ നഗരം സുരക്ഷിതമാണ്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ആ നഗരത്തിന് സംരക്ഷണമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യർക്ക്, ആത്മസംയമനമില്ലാത്തവർക്ക് ഈ കോട്ടകളില്ലാത്ത നഗരം പോലെ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ അപകടത്തിൽ ചെന്ന് ചാടാം. അതുകൊണ്ട് വചനം പറയുകയാണ്, ആത്മസംയമനം എന്ന പുണ്യം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പൗലോസ്ലീഹയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ്ലീഹ എത്ര വലിയ വിശുദ്ധനായിരുന്നു. മാനസാന്തരത്തിന് ശേഷം എത്ര വലിയ വിശുദ്ധിയിലാണ് പൗലോസ്ലീഹ ജീവിച്ചത്. എന്തുമാത്രം കഷ്ടതകളും സഹനങ്ങളുമാണ് ഈശോയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ചത്. എന്തുമാത്രം തീഷ്ണതയോടുകൂടെയാണ് രാവും പകലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചത്. ഇത്രയും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച പൗലോസ്ലീഹ പോലും തൻ്റെ വചനത്തിൽ, തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞ, യേശുവിൻ്റെ വഴികളെക്കുറിച്ച് പറഞ്ഞ, നന്മകളെക്കുറിച്ച് പറഞ്ഞ ഞാൻ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ മാനുഷികമായിട്ടുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എല്ലാം വിശുദ്ധനായ പൗലോസിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ആവേശങ്ങൾക്കും വികാരങ്ങൾക്കും ഒന്നും അടിമപ്പെടാതെ ആത്മസംയമനമെന്ന പുണ്യത്തിലൂടെ, ആത്മനിയന്ത്രണത്തിലൂടെ അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ലോകത്തിൽ നിന്ന് ഒത്തിരി പ്രലോഭനങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒത്തിരിയേറെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമുണ്ട്. അതോടൊപ്പം പിശാച് തരുന്ന പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളൊക്കെയുണ്ട്. ഇവിടെ ആത്മസംയമനമുള്ള ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വന്തം ജീവിതം ഒരനുഗ്രഹമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആത്മസംയമനം ഇല്ലാതിരുന്നതുകൊണ്ട് ജീവിതത്തിൽ വലിയ തകർച്ചകളിലേക്ക് കടന്നുപോയ അനേകം വ്യക്തികളെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുന്നുണ്ട്. ആദത്തിൻ്റെയും ഹൗവയുടെയും ഉദാഹരണം തന്നെ എടുക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവം അവർ പറുദീസയിലാക്കി. ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. അപ്പോൾ അവിടെ പിശാച് പ്രലോഭനങ്ങളായിട്ട് എത്തി. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ പഴം, അതിലേക്ക് അവർക്ക് ആകർഷണം തോന്നി. കുറച്ച് ആത്മസംയമനത്തോടുകൂടെ, ആത്മനിയന്ത്രണത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ദൈവകൽപ്പന ലംഘിക്കേണ്ടി വരികയില്ലായിരുന്നു. പറുദീസയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയും അവരുടെ ജീവിതത്തിൽ വരികയില്ലായിരുന്നു. ഇതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, ഇപ്പോൾ ആദവും ഹൗവയും അവർ ദാമ്പത്യ ജീവിതം ദമ്പതികളായിരുന്നു. ഇതുപോലെ ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു വന്നാൽ, കുടുംബജീവിതങ്ങളിലേക്ക് കടന്നു വന്നാൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ ദൈവം തരുന്ന പ്രമാണങ്ങളുണ്ട്. പരസ്പരം വിശ്വസ്തരായിരിക്കുക, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ അത് അർത്ഥമുള്ള ഒരു ദാമ്പത്യ ജീവിതമായി മാറുന്നു. എന്നാൽ ഈ ലോകത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. സ്വന്തം ജീവിത പങ്കാളിയെ കൂടാതെയുള്ള ആഴമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും അതുപോലെയൊക്കെയുള്ള ജീവിതങ്ങൾ, ഒത്തിരിയേറെ ദാമ്പത്യങ്ങൾ പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു പുണ്യമാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമാണ് ആത്മസംയമനം, ആത്മനിയന്ത്രണം. തുടർന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കായൻ്റെ ജീവിതം എടുത്തു നോക്കാം. കായൻ്റെ ജീവിതത്തിലും പെട്ടെന്നുള്ള കോപം വന്നപ്പോൾ, അസൂയ മൂത്തപ്പോൾ, ആബേലിനോട് അസൂയ മൂത്തപ്പോൾ പെട്ടെന്നുള്ള കോപത്തെ നിയന്ത്രിക്കുവാൻ കായന് സാധിച്ചില്ല.
ദൈവം മുന്നറിയിപ്പ് വരെ കായേന് കൊടുത്തിരുന്നു. നിന്റെ വാതിൽക്കൽ പാപം കാത്തിരിപ്പുണ്ട്, പതിയിരിപ്പുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ. പക്ഷേ കായനത് സാധിച്ചില്ല. കായൻ പെട്ടെന്നുള്ള കോപത്തെ നിയന്ത്രിക്കാനാകാതെ, അസൂയയെ നിയന്ത്രിക്കാനാകാതെ സ്വന്തം സഹോദരനെ കൊല്ലുകയും പിന്നീട് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കായൻ കടന്നു പോവുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവർ, ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ അദ്ദേഹത്തിനും ആത്മസംയമനം പാലിക്കാൻ കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. അങ്ങനെയാണ് അദ്ദേഹം ബത്ശേബ കുളിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുന്നതും പിന്നീട് പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നതും അദ്ദേഹം ഒരു കൊലപാതകവും വ്യഭിചാരവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും. സ്നേഹമുള്ളവർ, അവിടെയും ആത്മസംയമനത്തിൻ്റെ കുറവാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ദാവീദിനെ കൊണ്ടുപോകുന്നത്. സാംസന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, സാംസൺ വളരെ ശക്തനായ ന്യായാധിപനായിരുന്നു. എന്തുമാത്രം കാര്യങ്ങളാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്തത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തു. പക്ഷേ അദ്ദേഹം ജഡത്തിൻ്റെ അഭിലാഷങ്ങളിൽ പെട്ടുപോയി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ നമുക്കറിയാം, ദലീല എന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്ത്രീ തന്നെ വഞ്ചിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം ആ സ്ത്രീക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറുകയാണ്. ഇവിടെയെല്ലാം ഇവരുടെ ജീവിതങ്ങളിലൊക്കെ വലിയ സങ്കടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കടന്നു വന്നത് ആത്മസംയമനത്തിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ആത്മസംയമനം എന്ന പരിശുദ്ധാത്മാവ് തരുന്ന പുണ്യം നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. അതേ, ജോബ് മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ആരെയും മോശമായി നോക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊരു ആത്മസംയമനത്തിൻ്റെ മേഖലയാണ്. ഇന്ന് ആ മേഖലയിൽ, കണ്ണുകളുടെ കാഴ്ചയുടെ മേഖലയിൽ ഇന്നത്തെ മനുഷ്യന് സകല നിയന്ത്രണവും കൈവിട്ടു പോയൊരവസ്ഥയാണ്. മൊബൈൽ ഫോണും ലാപ്ടോപ്പും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സിലൂടെയൊക്കെ മനുഷ്യൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന ഒരു മേഖലയിലൂടെ പോകുമ്പോൾ ജോബൊക്കെ നമുക്ക് വലിയൊരു മാതൃകയാണ്. ആത്മസംയമനത്തോടുകൂടെ കണ്ണുകളെ നിയന്ത്രിച്ച് ജീവിച്ച ജോബ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനം കൊണ്ട് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ, ഓ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, പ്രത്യേകമായിട്ട് ആത്മസംയമനമെന്ന പുണ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സ്നേഹമേ, ആരാധന 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 സ്നേഹമേ, ആരാധന
ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസംയമനത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പൗലോസ് ലേഖ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിവരിക്കുന്ന 9 ഫലങ്ങളിൽ അവസാനത്തെ ഫലമായ ആത്മസംയമനം ആത്മീയ ജീവിതത്തിൽ വളരെയധികം നമുക്കാവശ്യമായ ഒരു പുണ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആത്മസംയമനം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ പെട്ടെന്നുള്ള സന്തോഷങ്ങൾക്കും പെട്ടെന്നുള്ള സുഖത്തിനും പെട്ടെന്നുള്ള ലഹരിക്കും ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ ആത്മസംയമനം എന്ന പുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വളരെ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമാണിത്. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ വലിയ ആത്മസംയമനം ഈശോ കാത്തു സൂക്ഷിച്ചിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നൊരു പുണ്യമാണത്. ഈശോ പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈശോ ആത്മനിയന്ത്രണം പാലിച്ചു. അതോടൊപ്പം ഈശോ ദുഃഖങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും വിപരീത അനുഭവങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയപ്പോഴും ഈശോയുടെ ശിഷ്യന്മാര് പലവിധത്തിലുള്ള തെറ്റുകളും കുറവുകളും ചെയ്തപ്പോഴുമെല്ലാം ഈശോ വളരെ ആത്മസംയമനം പാലിച്ചു. ആ ഈശോയിൽ വിളങ്ങിയിരുന്ന ആത്മസംയമനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹമാക്കും. നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, യുവതി യുവാക്കളുടെ ജീവിതത്തിൽ, കൗമാരക്കാരുടെ ജീവിതത്തിൽ, കൊച്ചുകുട്ടികളുടെ ജീവിതത്തിൽ ഈ ആത്മസംയമനം, ആത്മനിയന്ത്രണം എന്ന പുണ്യം വന്ന് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മസംയമനമില്ലാത്തത് മൂലം എന്തുമാത്രം പ്രതിസന്ധികളാണ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത്, നമ്മുടെ ദേശത്തുണ്ടാകുന്നത്. ഈ മേഖല ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവെ, ആത്മസംയമനം എന്ന പുണ്യം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനം ആലപിക്കാം. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവെ, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ ദമ്പതികളിലേക്കും, എല്ലാ യുവതി യുവാക്കളിലേക്കും, എല്ലാ കുട്ടികളിലേക്കും
അങ്ങ് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ദേശത്ത് വലിയ കൃപ വർഷിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തണം. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ഈശോയെ, ഞങ്ങളുടെ ദേശത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങളിലേക്കും എല്ലാ അനീതിയിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. കർത്താവേ, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, പെട്ടെന്നുള്ള സന്തോഷത്തിനു വേണ്ടി മനുഷ്യർ തിന്മകളുടെ പുറകെ പോകുമ്പോൾ ആത്മസംയമനം പുണ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവോട് നിറച്ച് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുനി കൂട്ടായ്മയിൽ. ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദാസരിൽ, നാഥനെ വാഴ്ത്തുനി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങളിൽ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ചൊരുങ്ങും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.